ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വ്ളോഗൊക്കെ ആയിട്ട് വന്നേക്കാണ്. വേറൊന്നുമല്ല, നമ്മൾ അമ്മ വീട് വരെ പോവാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തേ പിന്നെ ഞാൻ മാക്സിമം എല്ലാം വ്ളോഗ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ രാവിലെ ചേട്ടനും അച്ഛനും ഒക്കെ ജോലിക്ക് പോയി, ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഒരു തീയൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേ ചിറ്റയുടെ പിള്ളേർ വന്നിട്ട് പറഞ്ഞു നമുക്ക് അമ്മ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അവളുമാരിവിടെ വന്നിട്ടുണ്ടായിരുന്നു. മിസ്സിസ് കല്യാണി, മിസ്റ്റർ കല്യാണി എന്നൊക്കെ. ഇത് കൃഷ്ണപ്രിയ, ഇവളാണ് ചെറുത്. അതെ, മിസ് കല്യാണി. മിസ്സിസ് ആവൂലോ, നമുക്ക് അന്ന് എടുക്കാം. അപ്പോൾ നമ്മള് അമ്മ വീട്ടിലോട്ട് നടന്നു പോവാണ്. ജസ്റ്റ് ഒരു കാഷ്വൽ വ്ളോഗ്. ഓക്കെ, അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ എന്നോണ്ട് വിശേഷം? നിന്റെ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നീ 10ാം ക്ലാസ് അല്ലായിരുന്നോ? എന്നിട്ട് മാർക്ക് വന്നോ? നീ ജയിച്ചോ? അല്ല, ജയിച്ചോ? എത്ര A+ ഉണ്ട്? ചൊറക്കെ പറ, എന്റെ ഫാൻസ് ഒക്കെ അങ്ങ് കേക്കട്ടെ. 2 A+, എന്നെ പോലെ തന്നെ. എന്റെ പാത എനിക്ക് 3 ഉണ്ടായിരുന്നു. 2 അതൊക്കെ അങ്ങ് പള്ളിയില്. എനിക്ക് 3 A+, B+. എനിക്കൊന്നേ D ഒഴിച്ച് D+ ഉണ്ട്. ബാക്കി എല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ എല്ലാം പഠിച്ചു വന്നു. നമ്മള് കുറെ കണ്ടയാണ്. എവിടെ പോവാ ഇവള്? എവിടെ പോവാ? പാട്ടും പാടി അങ്ങ് പോവാ. ഇതാ നമ്മുടെ അമ്പലം. എന്റെ അമ്പലമല്ല, അയ്യോ അത് ഞങ്ങളുടെ പോയത്. അതെന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. മൈൻഡ് ആക്കാഞ്ഞതാ. എന്റെ സ്റ്റൈല് മാറി. നമ്മുടെ കൂട്ടുകാരിയുടെ അമ്മച്ചി ധന്യ ചേച്ചി. ആ അതെ അതെ, ധന്യ ചേച്ചി അങ്ങനെ ഫേമസ് ആയി. എവിടെ പോവാ? എന്നെ പഠിപ്പിച്ച ടീച്ചർ 2ാം ക്ലാസ്സില്. ഞങ്ങള് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പിച്ചിട്ട് ഫ്രണ്ടിൽ ഇറങ്ങി, അതുകൊണ്ട് നടന്നു വരുന്നു. എനിക്ക് സത്യം പറഞ്ഞ അമ്മ വീട്ടിലേക്ക് പോകണമെന്ന് ശരിയാണ്. എനിക്കാണെങ്കിൽ അമ്മ വീട് ഇവിടെ നേരത്തെ ചിലപ്പോൾ കാരണം എനിക്ക് ഒരു കോപ്പം പറയാൻ പറ്റില്ല. നേരത്തെ എനിക്ക് നടക്കാൻ ഒരു 10 മിനിറ്റ് ദൂരം, 10-5 മിനിറ്റ് നടക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും പോകായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാല് അവരവിടെ നിന്ന് താമസം മാറി ഒരു മരവണ്ട കൊണ്ട് വീട് വെച്ചു. അയ്യോ, അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്വാസം ആത്മാവെല്ലാം ഇറങ്ങി നമ്മളെ തൊഴും. അമ്മാതിരിയായിപ്പോയി. ആത്മാവ് ഇറങ്ങി നമ്മളെ തൊഴും. അമ്മാതിരി ഒരു സംഭവമായിപ്പോയി ഇപ്പൊ അമ്മ വീട്ടിൽ പോക്കെന്ന് പറയുന്നത്. അയ്യോ, ഞാനൊക്കെയാണ് വല്ല ബീച്ചിലൊക്കെ പോകുന്നത് ഭയങ്കര. അങ്ങനെ ബസ് വരുന്നുണ്ട്. അങ്ങനെ അവരാരെയോ പരിചയക്കാരെയൊക്കെ കണ്ടു സംസാരിക്കാൻ പോവാണ്. ഇപ്പൊ അവരച്ഛനും മക്കളും നമ്മൾ നായിന്റെ മക്കളും ആയി. എനിക്കറിയത്തില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. അയ്യോ, ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഒന്നും അങ്ങനെ ഇല്ല. ആക്ച്വലി ഇതൊരു വളരെ വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു സാധനം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് ഫൈൻ. ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പറയാമല്ലോ, ഡോക്യുമെന്റിങ് മൈ ലൈഫ്. സോ അത്രേ ഉള്ളൂ, ഡോക്യുമെന്റിങ് മൈ ലൈഫ് ആസ് എ ബ്ലോഗർ. ഓക്കെ, ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്. ഒരു ഫ്രൂട്ടി ആണേലും ഒരു ഇതാണേലും എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഒറ്റയ്ക്ക് ഫ്രൂട്ടി കുടിക്കുന്ന ആള്, അല്ല ഫിസ് കുടിക്കുന്ന ആള്, എല്ലാവർക്കും ഷെയർ ചെയ്യണം. കുറച്ച് തഗ് ലൈഫേ. നമുക്കിത് കല്യാണി മേടിച്ചു തന്ന ഫിസ്, ആപ്പി ഫിസ് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം, എനിക്ക് ഫിസും ഫാണ്ടയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും മേടിച്ച് കുടിക്കും.
കുടിച്ചോടിച്ചാണ് ഞാനിപ്പോൾ ഇങ്ങനെ, പക്ഷെ എന്നാലും ഞാൻ കുടിക്കും. നമുക്ക് ഫിസ് കുടിക്കും. അയ്യോ എന്നമ്മേ, അതിന് എല്ലാരും ഇത് കുടിക്കുന്നത് വിത്ത് ഗ്യാസ് വെച്ചിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല ഇത് കുടിക്കേണ്ടത്. അത് കുടിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പൊ തരാം. ഇതിങ്ങനെ കുലിക്കണം. എനിക്കറിയത്തില്ല എത്ര പേര് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ട് ഞാൻ ഇങ്ങനെ കുലുക്കിയിട്ട് ഇത് പതുക്കെ ഓപ്പൺ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഗ്യാസ് ഇങ്ങനെ പോകുമല്ലോ. അങ്ങനെ ഒരു 2-3 തവണ ഇങ്ങനെ ചെയ്ത് ഇത് ഭയങ്കര ലൈറ്റ് ആകും ഈ സാധനം. എന്നിട്ട് അതങ്ങ് കുടിക്കണം. അപ്പൊ കിട്ടുന്ന ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ട്. ജസ്റ്റ് അമേസിങ്. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. അമ്മേ ഓക്കെ, അതിന് ചെറിയ കുടിക്കും. ചെറുതിന് മതിയേ, തീർന്നേ, കോട്ട തീർന്നേ. ഓക്കെ, സ്റ്റോപ്പ്. വെയില്, മുടിഞ്ഞ വെയില്. ഇപ്പുറത്തോട്ട് നിൽക്കാൻ നമ്മള് ശബരിമല പോലെ ഉണ്ട്. ഇതാണ് ഗൈസ് ആ വഴി. ഈ വഴി കയറി പോണം. ഇത് ഈ വഴി നമ്മള് വന്ന വഴി. ഇത് നോക്ക്, ഇതാതത് കരിമല. അതാണ് കരിമല. കരിമല ഇതാണോ? ഇതാണോ ശബരിമല? കരിമല, നീലിമല. ഓക്കെ ഓക്കെ, അത് ഭയങ്കര ഹാർഡല്ല അതുവഴി പോന്നേ. അതെ, ടഫാണ്. ഇതും ഭയങ്കര ടഫാണ്. ഈ മലയും കയറി വരുമ്പോ ആത്മാവ് തിന്നതും ദഹിച്ചു. സത്യം തിന്നതും ദഹിക്കും. ഇവിടെ കേറി വന്ന നൈസ് വ്യൂവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒന്ന് കേറി വരണമല്ലോ. ഗൈസ് അല്ലാതെ എല്ലാം മലമണ്ട കേറി ചെല്ലുമ്പോൾ നൈസ് വ്യൂ അല്ലേ? അതെ അല്ലേ, സ്വാഭാവികം. നമ്മൾ അമ്മ വീടെത്തി. പൂക്കളും ചെടികളും ഓടിപ്പോയി. ഇതാ വീട്. വീഡിയോഗ്രാഫർ ദേവിപ്രിയ മനോജിനോടൊപ്പം ഞാൻ വ്ലോഗർ ഓഫ് ചെയ്തിട്ട്. ഇതാരാ? വല്ലാത്ത തമാശ ഇവിടെ ഇരിക്കാം. കുറച്ചേരം ഇരിക്കാം. നമ്മൾ ഇത്രയും നടന്നൊക്കെ വന്ന് മടുത്ത്. ഇനി കുറച്ചേരം അതിൻ്റെ അത് എന്തൊക്കെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഒരു ക്ലിപ്പ് എന്നാ നല്ല ബാഗല്ലേ, ഇച്ചിരി സ്റ്റൈലിഷ് ആയിക്കോട്ടെ വന്നപ്പോ കൈസ് അങ്ങനെ നമ്മള് ഇവിടെ അയ്യോ എന്റെ അയ്യോ, ഒരു ലിപ്സ്റ്റിക് ഉണ്ട്, ഒരു സൈഡിൽ ഒരു ക്ലിപ്പ് ഉണ്ട്, ഒരു പൂക്കി ക്ലിപ്പ്. ഡ്രസ് ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ നാളെ പോകുന്നെങ്ങനെ? ഇന്നോ പാടി പാടി പറയത്തില്ല. ഇന്ന് പോകാതെ നിന്നും തുറന്നു നാളെ പോയതേ മതി. ഇന്ന് ഞാൻ ഡ്രസ് കൊടുത്തിട്ടില്ല. എന്തിനു പോന്നെ? അമ്മ ഞാൻ ഇവിടെ സ്കൂളിൽ വന്നാന്നേ. അവൾക്ക് ടീസി മേടിക്കാൻ വന്നതാ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്, എന്തായാലും ഇത്ര നേരം ആയതല്ലോ. എന്നെ വിളിച്ചില്ലായിരുന്നു. ഇത്ര നേരം ആയതുള്ളൂ. അപ്പൊ എന്നാ വീട്ടിൽ വന്നിട്ട് പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് 12:40 ബസ്സിനെ കയറി. കിട്ടിയോ? ആവശ്യം എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ വ്ളോഗിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ വ്ളോഗിന്റെ അകത്ത് വീഡിയോക്കകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഇച്ചിരി മോഡേൺ ആയതൊന്നും തള്ള വൈബുള്ള ആ വല്യമ്മയ്ക്കൊന്നും പിടിച്ചിട്ടില്ല. അതാണ് സത്യം. നമുക്കിനി പോയി ചോറ് കഴിക്കാം. ഇതൊക്കെയാണ് ഇന്നിവിടെ കറി. മോര്, അച്ചാറ്, ചക്കക്കുരു. കഴിക്കാം. ഒന്നും ഇല്ലേ, എന്താ തോന്നുന്നു. ഒരെണ്ണിച്ചിരി എടുത്തേക്കാം, വേറെ വണ്ടിയില്ല. ഇച്ചിരി തോരൻ. ഇനി ഇതെന്തുവാ? അത് ചോറ്. ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് കഴിക്കാം.
ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇത് എന്താ മുരിങ്ങയില തോരനുണ്ട്, മുരിങ്ങയില തോരനും ചക്കക്കുരുമുളക്കൊട്ടിയും അച്ചാറും മോരും ഒക്കെയാണ്. അപ്പൊ നമുക്ക് TV ഒക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാം. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു സിനിമയാണ്. എൻ്റെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് പണ്ടത്തെ സിനിമകളാണ്. അപ്പോൾ കറക്റ്റ് TV വെച്ചപ്പോൾ കറക്റ്റ് ചിത്രം സിനിമ കണ്ടു. അപ്പം ഭയങ്കര കംഫർട്ടായിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമുക്കൊരു സിനിമയൊക്കെ കണ്ട് ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ ലൈഫിൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പന്ന ദിവസമാണെങ്കിൽ മറ്റേ ഹെഡ്ഫോണിലൊക്കെ ഫുൾ ഓളിയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചിട്ട് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സമാധാനം. അപ്പം സിനിമയൊക്കെ കണ്ട് ഫുഡ് കഴിക്കട്ടെ. ഗൈസ് വെള്ളാനകളുടെ നാട് എന്നാന്നറിയത്തില്ല, ഞാൻ ഇപ്പൊ TV എപ്പോൾ നമ്മൾ വെച്ചാലും ലാലേട്ടൻ്റെ ഒരു കുറഞ്ഞതൊരു 2-3 പടമെങ്കിലും കാണും. എനിക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ കംഫർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഈ സിനിമയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കാണുന്നൊരു എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്കാണെങ്കിൽ വിന്റേജ് മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും ലാലേട്ടൻ്റെ സിനിമകൾ ഞാൻ ചുമ്മാ യൂട്യൂബിലൊക്കെ എടുത്തിരുന്ന് ഇങ്ങനെ കാണും. അപ്പോൾ കുറേ ലാലേട്ടൻ്റെ പടം നമുക്കൊരു കൺഫ്യൂഷൻ കാണും, ഏത് കാണണം ഏത് കാണണം. അപ്പം പണ്ടൊക്കെ ഇങ്ങനെ 2-3 ചാനലൊക്കെ വരുമ്പോഴത്തേനും ഞാൻ ഒരു ചാനൽ സിനിമ കണ്ടിട്ട് പരസ്യമാകുമ്പോഴത്തേക്കിനും അത് മാറ്റിയിട്ട് അടുത്ത ചാനലിൽ വെക്കും. അങ്ങനെ. അപ്പോൾ ഇപ്പോൾ വെള്ളാരകളുടെ നാട് ഞാനിത് കണ്ടിട്ടുണ്ട്, പക്ഷേ കാണാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചിത്രത്തിൽ നിന്ന് സ്കിപ്പ് അടിച്ച് ഇപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിരുന്ന് കാണാം. ഗൈസ് അങ്ങനെ നമ്മളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ചായ കുടിക്കാം. അപ്പോൾ ഇവിടെ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ എനിക്ക് ഉള്ളിവട മതി. ഉള്ളിവട ഇല്ല, അതിനുള്ളതില്ല, ഉഴുന്നുവടയാ വിൽക്കുക. അതെങ്ങനെ തിന്നാൻ പല കള്ളക്കഥകളും അലങ്കൃതമായി അതിനകത്ത് 2 ഓ കിട്ടി ഗൈസ്, കിട്ടി. നമുക്ക് അല്ല എനിക്കറിയില്ല, എനിക്ക് ഈ ഉള്ളുവട എനിക്കിഷ്ടമില്ല. ഈ ഉള്ളിവടയൊക്കെ എനിക്കിഷ്ടം. എനിക്ക് ഈ ഉള്ളുവട ഇഷ്ടമൊന്നും ഇല്ല, എന്നാലും നമുക്ക് തിന്നാം. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വ്ലോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.